നമസ്കാരം. ഈ കഥയിലെ സൂത്രധാരനെ ഇത്തരക്കാരനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതേ അല്ല. ഞാൻ മാർട്ടിൻ പറഞ്ഞതിൽ നിന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു സംവിധായകൻ, അയാൾ നൊട്ടോറിയസ് ക്രിമിനലാണ്, ഏത് തരികടയും കളിക്കുന്ന ആളാണ്. പിന്നെ ഒരു സൂപ്പർ താരം ആണല്ല, ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും. കാരണം ദിലീപിൻ്റെ പുക കണ്ടേ അടങ്ങൂ എന്ന് ശപഥം ചെയ്ത് നടക്കുന്ന ആളാണ് ഒരു മനുഷ്യൻ. അതാരുമാകട്ടെ, അവൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറാൻ ആർക്കെങ്കിലും അനുവാദമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയുന്ന ഡിസംബർ 9 രാവിലെ ഡ്രസ്സൊക്കെ ഇട്ട് ദിലീപ് തയ്യാറെടുക്കുമ്പോൾ അയാളുടെ വീടിൻ്റെ മേളിൽ റിപ്പോർട്ടർ ചാനലിന് വേണ്ടി ഒരു ഡ്രോൺ പറക്കുന്നു. ഒരാളുടെ സ്വകാര്യതയുടെ ലംഘനമല്ലേ എന്ന് ചോദിച്ചാൽ ലംഘനമാണ്. സത്യത്തിൽ ദിലീപ് അതിൻ്റെ പേര് കേസിന് പോകേണ്ടതാണ്. കാരണം അയാൾക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും വളർന്നു വരുന്നൊരു കൊച്ചുകുട്ടിയും ഓർമ്മ നശിച്ചു തുടങ്ങിയ ഒരു അമ്മയും ഒക്കെ ഉള്ളൊരു വീടാണ്, ഒരു കൂട്ടുകുടുംബമാണ് അയാളുടെ. ആ വീട്ടിൻ്റെ മേളിൽ അയാൾ കാറിൽ കയറാൻ വരുന്നത് ചിത്രീകരിക്കാനായിട്ട് അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ഡ്രോൺ പറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? വീട്ടിൽ എന്താ പറയുക, അയാൾ തയ്യാറെടുക്കുമ്പോൾ അയാളുടെ വീടിൻ്റെ മേളിൽ റിപ്പോർട്ടർ ചാനലിന് വേണ്ടിയാണ് ഈ ഡ്രോൺ പറക്കുന്നത്. എന്നെപ്പോലെ ഒരുത്തനായിരുന്നെങ്കിൽ, സത്യം പറയുകയാണ് ഞാൻ, അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്, സഭ്യതയില്ലാത്തതാണെന്ന് തോന്നരുത്. എനിക്കിതുപോലൊരു അവസ്ഥ വരികയും എൻ്റെ വീട്ടിൻ്റെ മേളിൽ ഇതുപോലെ എൻ്റെ അനുവാദമില്ലാതെ ഡ്രോൺ പറന്നാൽ ഞാൻ അടിവസ്ത്രം പോലും ഇടാതെ ഇറങ്ങി വന്നിട്ട് മുണ്ട് പൊക്കി കാണിക്കുന്ന എടുത്തോ എന്ന് പറയും, ഉറപ്പായിട്ട് പറയും. കാരണം ലൈവ് പോവല്ലേ, ഈ ചെറ്റ പണി ചെയ്യുന്നവരുടെ ആയിരങ്ങൾ കാണട്ടെന്നേ. എൻ്റെ മാനത്തിന് അല്പ ക്ഷതമേറ്റാലും യവനെപ്പോലുള്ളവന്മാർ ഇനി അത് ചെയ്യരുത് എന്നാണ്. എന്തുകൊണ്ട് ദിലീപിന് കേസിന് പോകാൻ പറ്റില്ല? അയാൾ കേസിന് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ വിധി പ്രഖ്യാപിക്കുന്ന ചർച്ചകൾക്കിടയിൽ ജഡ്ജി ഹണീം വർഗീസ് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് എന്ത് വേണോ പോസ്റ്റ്മോർട്ടം ചെയ്യാം, എൻ്റെ ഇന്നലെകളും മെനങ്ങാന്നുകളും ഒക്കെ അന്വേഷിച്ചോളൂ, പക്ഷേ കോടതിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ അനാവശ്യമായി പറയുന്നവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നടപടി ഉണ്ടാവുമെങ്കിൽ കേരളത്തിലെ 2 പ്രധാന ചാനലുകൾ അകത്താവുന്നുള്ള ഒരു ഉറപ്പാണ്. അവരെ ലൈസൻസ് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യൂട്യൂബർമാർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ കൂതറകൾ, കോടതി അലക്ഷ്യ കേസ് ഇവരെ പേരിൽ സ്വമേധയാ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലേ ഇവിടെ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ടാവുള്ളൂ. അതൊരു ചെറ്റ സംസ്കാരമാണെന്നേ. അത് പത്രക്കാർക്കായാലും ചാനലുകാർക്കായാലും മനുഷ്യർക്കായാലും അത്തരം കണ്ടവൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറാൻ ഒരു അവകാശവുമില്ല. ഇപ്പോൾ എന്താ പറയുക, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ, രാഹുൽ ഈശ്വറിൻ്റെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലുമൊക്കെ. അതിലുമൊക്കെ ഇതുപോലെ സ്വകാര്യ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അയാൾ വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറാൻ കുട പിടിച്ചുകൊണ്ട് വന്ന് കയറേണ്ട ഗതികേടായി ദിലീപിന്. കാരണം ടോപ്പാങ്കളിൽ ഇത് നിന്ന് കറങ്ങുകയാണെന്നേ ഈ ഡ്രോൺ. അയാൾ കാറ് ഒരു അവിടുത്തെ ജോലിക്കാരനോ ഡ്രൈവറോ ആരെങ്കിലും ആയിരിക്കും, അയാൾ കുട പിടിച്ച് ദിലീപിനെ കൊണ്ടുവന്ന് കാറ് കയറ്റുന്നു. എന്നിട്ടോ ആലുവ മുതൽ ഈ ഡ്രോൺ മോൾ കൂടെ പറക്കുകയാണ് ദിലീപ് പോണ. ഇയാളൊരു കൊള്ളക്കാരനാണെങ്കിൽ ശരി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒളിച്ചു പോയവനാണെങ്കിൽ ശരി, അവനെ കണ്ടുപിടിക്കാൻ പോലീസിനെ സഹായിക്കാൻ എന്നൊക്കെ പറയാം. ഇതയാൾ കോടതിയിൽ വിധി കേൾക്കാൻ മാനം മര്യാദയ്ക്ക് പോകുമ്പോൾ അയാളുടെ ഇന്നോവ കാറിൻ്റെ മോളിൽ കൂടെ ഡ്രോൺ പറക്കുന്നു. മൊട്ട അതിൻ്റെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് ഇപ്പോൾ പാലാരിവട്ടം വളമെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണമില്ല എന്നാണ് അയാളുടെ. അയാളൊരു അധ്യാപകനാണ്, കോളേജ് അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞു. ഇയാളെയൊക്കെ ഒരു സംസ്കാരം നിങ്ങൾ ആലോചിച്ചു. റേറ്റിങ്ങിന് വേണ്ടി കാണിക്കുന്ന തെമ്പാടിത്തരമാണ്. എന്നിട്ട് ആലുവ മുതൽ ഈ ഡ്രോൺ പറക്കുകയാണ്, ക്യാമറയുമായിട്ട് പിന്നാലെ കാറുകൾ. ആ കാറുകളുടെ രസമാണ് രസം. ഒരു കാറ് അതിൻ്റെ ഒരു ഏരിയ എത്തുമ്പോൾ അതിന് ട്രാഫിക് കുരുക്കിലൂടെ കയറാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരു ജംഗ്ഷനിൽ അടുത്ത കാറ് കാത്തിരിക്കുകയാണ്. ഈ മുകേഷിനെ ഇട്ട് ഓടിച്ചില്ലേ, അതേപോലെ ഇങ്ങനെ പല കാറുകളിൽ ക്യാമറയും വെച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതൊരു പുതിയ ചെറ്റ സംസ്കാരമാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ കേരളത്തിൽ പ്രേക്ഷകരെ പഠിപ്പിക്കുന്നത്. ആരുടെയും പറയുക, പപ്പരാസികളെന്ന് പറയുന്ന ഒരു വർഗമുണ്ടല്ലോ സായിപ്പിൻ്റെ നാട്ടിൽ, ആ ലെവലിലേക്കാണ് പോകുന്നത്. കാറ് സഡൻ ബ്രേക്ക് ഇട്ടിട്ട്, അപ്പോൾ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ഈ പുറകെ വരണ റിപ്പോർട്ടറിൻ്റെ കാറൊന്നും ഇടിക്കിട്ട് പുല്ല് ഇടിക്കട്ടെന്ന് വിചാരിക്കണമെന്നേ. സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് ഇറങ്ങി ചെന്നിട്ട് ചോദിക്കണം, ആ മുട്ടയ്ക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കണമായിരുന്നു ദിലീപ്. ആ ചെറ്റിയോട് പറ, ഞാൻ ഇറങ്ങുകയാണ് എന്നൊക്കെ
ഒരു കീച്ചണമായിരുന്നു ദിലീപ്. കാരണം ലൈവല്ലേ, എല്ലാവരും കണ്ടനെ അത്. അയാളുടെ നെഞ്ചിലെ തീയ് മറ്റുള്ളവർ കമ്പിക്കഥ കാണും പോലെ ആസ്വദിക്കുന്ന രീതിയിലായിരുന്നു ടി വി ചാനലുകളും യൂട്യൂബർമാരും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ മൊട്ടയുടെ ചാനൽ. മൊട്ടയ്ക്ക് മുമ്പ് ഈ ചാനൽ ചാകാതെ കിടന്നത് 3-4 വർഷം ദിലീപിനെ പറ്റിയുള്ള 16 മണിക്കൂർ ചർച്ചകളായിരുന്നു. ശമ്പളം കൊടുക്കാതെ എല്ലാവരും രാജിവെച്ച് പോയപ്പോൾ ചാനൽ മുതലാളിയും ഒരു പെണ്ണും പിള്ളയും കൂടെ രാവിലെ ഹാർമോണി പെട്ടി എടുത്ത് വെച്ചോണ്ടിരിക്കും. രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങുകയാണെന്നേ ദിലീപിൻ്റെ കേസ് ചർച്ച. വഴിയെ പോണ ഏത് അലവലാതിയെ കിട്ടുമോ അവനെയൊക്കെ വിളിച്ചിരുത്തി ചർച്ചയോട് ചർച്ചയായിരുന്നു. ഈ ബാലേന്ദ്രകുമാറിനെ കിട്ടിയപ്പോൾ പിന്നെ ഉറങ്ങിയിട്ടില്ല. ഇത് വെച്ചാണ് ഒരു 3-4 വർഷം ജീവിച്ചത്. ദിലീപിനെ വെച്ചാണ് ജീവിച്ചത്. ഒടുവിൽ ചാനൽ വിറ്റപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയിട്ടും കൂടെ നിന്ന് ആ പെണ്ണും പിള്ളയ്ക്ക് 10 പൈസ ശമ്പളം കൊടുക്കാതെ എത്രയോ മാസത്തെ ശമ്പളം കുടിശ്ശിക ഇട്ടിട്ട് ഇപ്പോഴത്തെ മുതലാളി ആൻഡോ അഗസ്റ്റിന് കോടിക്കണക്കിന് രൂപ വിറ്റ് കഷത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ മുതലാളി അങ്ങ് പോയി. മുതലാളി ഇപ്പോൾ അടുത്ത 5 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെ ജയിപ്പിക്കാം എന്നുള്ളതിന് സൈബറിൻ്റെ വിങ്ങിൻ്റെ തലവനോ എന്തോ ആയിട്ട് പിണറായി വിജയൻ വിളിച്ചിരുത്തിയിട്ടുണ്ട് ഇവിടെ AK സെൻറ്ററിൽ. നമ്മുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാളെപ്പോലുള്ള വിവരവും സംസ്കാരവും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന, എന്നാൽ അതൊട്ടുമില്ലാത്ത, തൊട്ടു തെറിച്ചിട്ടില്ലാത്തവനെയൊക്കെ വിളിച്ച് പാർട്ടിയുടെ സൈബർ വിങ്ങൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ് അടുത്ത 5 വർഷം ജയിക്കാനുള്ള വഴി നോക്കാൻ. എനിക്ക് പലപ്പോഴും എൻ്റെ പാർട്ടിയോട് പുച്ഛം തോന്നുന്നത് അതുകൊണ്ടാണ്. പുതിയ മുതലാളിയായ ആൻഡോ അഗസ്റ്റിനെ അറിയേണ്ടത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ആൻഡോ എനിക്കിഷ്ടമാണ്. നിങ്ങളുടെ ചങ്കൂറ്റം, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലുള്ള കഴിവ് ഒക്കെ എനിക്കിഷ്ടമാണ്. അതുപോലെ പേടി എന്നുള്ളൊരു വികാരമില്ലാതെ സംസാരിക്കുന്നു. കേന്ദ്രത്തോടൊക്കെ അയാൾ മുട്ടുന്നത് പോടി നിൻ്റെ ഒലിയിക്കുന്ന കാരണം ഇവിടുത്തെ ഒരു മഞ്ഞൾ നേതാവില്ലേ, മഞ്ഞേരുടെയൊക്കെ പറയണത് ചെന്നുണ്ടാക്ക് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതുകൊണ്ട് തന്നെ ആൻഡോ അഗസ്റ്റി എന്നെ പോലെ സ്വഭാവമുള്ളവരെ എനിക്കിഷ്ടമാണ്. ഒരു ബന്ധു സ്ത്രീയെ വെള്ളപൂശാൻ മൊട്ട കാട്ടിക്കൂട്ടുന്ന തരികിടകൾ മാത്രം ആൻഡോ അഗസ്റ്റിനെ നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിലീപ് ഒരു പരാതിയുമായി ഡൽഹി വരെ പോയാൽ അനുഭവിക്കുന്നത് ആൻഡോ നിങ്ങൾ മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണോ പത്രസ്വാതന്ത്ര്യം? ദിലീപ് കോടതിയിലേക്ക് പോവുകയാണ്. ദിലീപ് വെള്ള ഷർട്ടും മുണ്ടുമാണ് വേഷമത്രേ. റിപ്പോർട്ടർ കണ്ടുപിടിച്ചതാണ്. ദിലീപ് കോടതിയിൽ വിധി കേൾക്കാൻ പോകുമ്പോൾ അയാൾ എന്ത് ഇട്ടിരിക്കുന്നു എന്ന് കേരളത്തെ മലയാള മനോരമ വീക്കിലേക്കാളും തറയല്ലേ. മലയാള മനോരമയും മംഗളവും എഴുതിയിരുന്ന പൈങ്കിളി നോവലുകളെക്കാൾ തറ ലെവലിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ടർ വാർത്താ സംസ്കാരത്തെ കൊണ്ടുപോകുന്നത്. അണ്ടർവെയർ ഇട്ടിട്ടുണ്ടോ എന്നറിയാനായിട്ട് അത് ജട്ടി സാബുവിൻ്റെതാണോ എന്നുകൂടി കാലിൻ്റെ ഇടയിൽ ക്യാമറ വെച്ച് നോക്കി പറയണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൃത്തികെട്ടവന്മാർ. ദിലീപിനൊപ്പം പോയ വക്കീലന്മാർ നല്ല സുന്ദരികളായ കുറേ ചെറുപ്പക്കാർ പെൺകുട്ടികളാണ്. അവർ അലക്കി തേച്ച ഡ്രസ്സുകൾ ഇട്ട് കളഞ്ഞു എന്നാണ് വാർത്തയിൽ പറയുകയാണ്. അലക്കി തേച്ചിട്ട ഡ്രസ്സുകളും ഇട്ടാണ് അഡ്വക്കേറ്റുമാർ ദിലീപിനെ അനുഗമിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. മൊട്ട ഉറങ്ങിയില്ല അത്രേ. ഈ വിധി പ്രഖ്യാപിക്കുന്നതിൻ്റെ 2 ദിവസം കൊണ്ട് മൊട്ട ഉറങ്ങിയില്ല എന്നാണ് പറയുന്നത്. കാരണം ലോകത്ത് നിന്ന് മുഴുവൻ വിളിയായിരുന്നു എന്നാണ് പറയുന്നത്. നുണ ലൈവ് തുടങ്ങാറായോ എന്നായിരിക്കും മിക്കവാറും വിളിച്ച് ചോദിച്ചത്. അല്ല നല്ലത് വിളിച്ച് ചോദിക്കുമെന്ന് എനിക്ക് തോന്നില്ല. നായകനെ വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരും തടഞ്ഞില്ല അത്രേ. രാമപിള്ളയുടെ വക്കീൽ ഓഫീസിൽ നിന്ന് എന്തിനാ തടയുന്നേ? വിധി പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ പോണതിന് തടയുമോ? ആര് തടയും? ഒരുത്തനും തടയില്ല. അതൊക്കെ നിൻ്റെയൊക്കെ വ്യാമോഹമാണ്. ഇവന് മരപ്പെട്ടിക്ക് ഈനാൻ വെച്ച് കൂട്ടെന്ന് പറയുമ്പോഴല്ലേ, ഇവനൊരു റിപ്പോർട്ടറുണ്ട് തലസ്ഥാനത്ത്. അവിടെ പതുങ്ങി നിൽക്കുന്നതാണ് കൂടെ. ഒളി ക്യാമറ എന്താണെന്നറിയാത്ത ഒരു ബിഡ്ഡി. കോടതി എന്താ പറയുക, മുറ്റമായത് അവൻ്റെ നല്ല സമയമെന്ന് ഞാൻ പറയും ദിലീപിൻ്റെ വിധി പ്രഖ്യാപിക്കുമ്പോൾ. കാരണം അല്ലെങ്കിൽ ദിലീപിനെ ആരാധിക്കുന്ന പിള്ളേർ അവൻ്റെ നെയ്യെടുത്തന്നെ. കോടതി മുറ്റമായതുകൊണ്ടായിരിക്കും മിണ്ടാതെ വിട്ടത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അത്രയ്ക്ക് വെറുപ്പുകളാണെന്നേ ഈ ഇവറ്റകളെ കൊണ്ട്. ഒരുത്തനെ എങ്ങനെ കുരുക്കാമെന്ന് റിസർച്ച് ചെയ്യുന്നവന്മാരെ ജനത്തിന് വെറുപ്പാണ്. ഇവിടെ ശബ്ദമിറ്റി ജീവിക്കുന്ന സ്ത്രീ പറഞ്ഞായിട്ടില്ലേ, ദിലീപിനെ എല്ലാ പടവും തടയുന്നു. പിന്നെ അങ്ങ് ചെന്നാൽ മതി, പിള്ളേർ ഞോടും. അതിജീവിത ഒരു ചാനൽ ജഡ്ജിയാണല്ലോ കൂടെ കൂട്ടിയത്. അത് അതിനേക്കാളും രസമാണ്. അവർ പറഞ്ഞതാണ് രസം. ദിലീപ് ബലാത്സംഗം ചെയ്തിരുന്നെങ്കിൽ പോട്ടേന്ന് വയ്ക്കാമായിരുന്നു. ഇതിപ്പോൾ പല്ല് തേക്കാത്ത പോലുള്ള ഒരു വീപ്പ ചെറുക്കനെ ആയിപ്പോയി ഈ ജോലി ചെയ്തത്. എന്ത് പറയാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. വേറൊരു പെണ്ണുപിള്ള ഒരു വക്കീലെത്തി തന്നെ പറയുകയാണ്,
ദിലീപ് എല്ലാം ടാമ്പർ ചെയ്തതാണ്. രാമൻപിള്ള സാറിന് കൊടുത്ത കാശ് കൃത്യമാണോ എന്ന് അറിയണം അവർക്ക്. ഞാനൊരിക്കൽ വയറ് നിറയെ കൊടുത്ത വ്യക്തിയാണ്. നമ്മൾ ചാനൽ ചർച്ചയിൽ ഈ മൊട്ടാരുണ്ട് ഒരു പ്രോഗ്രാമിൽ തന്നെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേ അവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ കാക്കുന്ന ഒരു വക്കീലാണ് അവരും. അവർ പറയാണ് രാമൻപിള്ള സാറിന് കൃത്യമായി കാശ് കിട്ടിയതെന്ന് അറിയണമെന്ന്. രാമൻപിള്ളേർ ആരാ അവള്? രാമൻപിള്ളയുടെ ആരാ? രാമൻപിള്ള സാറിന് ചിലപ്പോൾ ദിലീപ് 1 കോടി പറഞ്ഞെങ്കിൽ 10 കോടി കൊടുത്തു കാണും. അല്ലെങ്കിൽ രാമൻപിള്ള സാറിന് 1 കോടി എന്ന് പറഞ്ഞാൽ 50 ലക്ഷം കൊടുത്തു കാണുള്ളൂ. അത് രാമൻപിള്ള സാറിന് പരാതിയില്ലെങ്കിൽ ഇവക്കെന്ത്? ചാനൽ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. രാമൻപിള്ള സാറിന് കൃത്യമായി പറഞ്ഞ തുക കിട്ടിയോന്ന് അറിയണം. വേറൊരുത്തിയാണെങ്കിൽ രാജിവയ്പ്പ്, കരച്ചിൽ, അനാവശ്യം പറച്ചിൽ, ഒരു ബഹളം തന്നെ. വട്ടായോന്ന് തോന്നും നമുക്ക് കണ്ടാൽ. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ നിർത്തി വയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഇവരെ പറ്റി പറയുന്നത്. ഭർത്താവ് മരിച്ചപ്പോൾ കാശിന് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ ബോസ് കളിച്ച കക്ഷിയാണ്. പക്ഷെ നടിയുടെ കാര്യം ഓർത്താൽ അവർ കരയും. എന്ത് ബന്ധമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു അനുജത്തിയെ പോലെയാണല്ലോ ഈ അതിജീവിത. അവളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിൻ്റെ വീട്ടിൽ നടക്കുന്ന സകലമാന കാര്യങ്ങളും പഠിച്ച് നാളെ ഒരു ബാലചന്ദ്രകുമാർ റാവും ഈ പെണ്ണും പിള്ള എന്നാണ് എനിക്ക് അതിജീവിതയോട് പറയാനുള്ളത്. എൻ്റെ പൊന്നുമോളെ, നീ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. സുപ്രീം കോടതി പറഞ്ഞാൽ ദിലീപിനെ അംഗീകരിക്കും അത്രേ. സ്ത്രീകൾ ദിലീപിൻ്റെ പടം ഇനി കാണില്ലത്രേ. കാരണം കോടതി അയാളെ നിരപരാധിയായി പ്രഖ്യാപിച്ച് കളഞ്ഞില്ലേ. അതുകൊണ്ട് ഇനി ദിലീപിൻ്റെ പടം കാണണ്ടെന്നാണ് അവർ പറയുന്നത്. 1-ലേറെ പേർ വേടനെതിരെ പറഞ്ഞപ്പോൾ ഈ അമ്മച്ചി എവിടെ പോയിരുന്നു എന്ന് ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കണം. വേടൻ്റെ അടുത്തിരിക്കുകയായിരുന്നു ഒരു ഫംഗ്ഷനിൽ സർക്കാരിൻ്റെ. എന്നിട്ടാണ് എന്താ വേടൻ്റെ മുമ്പ് ഇരുന്ന് കരയാത്തത്? എടാ നീ 2 പാവം മെഡിസിനൊക്കെ പഠിക്കുന്ന കുട്ടികളെല്ലടാ ദ്രോഹി, നീ ചതിച്ചത് എന്ന് ചോദിക്കുന്നില്ല. അവൻ്റെ കിണിച്ചുകൊണ്ടിരിക്കുന്നു. KPAC ലളിത ജീവിച്ചിരുന്നെങ്കിൽ ഈ നടിയോട്, ഈ അതിജീവിത കുട്ടിയോട് അവർ പറഞ്ഞു കൊടുത്തനെ ഈ അമ്മച്ചിയുടെ കൊണവതിയാരം. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്, കൂടെ നിന്നും കൂടെ കിടന്നും പണി തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം തൃശ്ശൂരാണെന്നാണ് പൊറുതി. ഞാൻ അവളെ വീട്ടിൽ നിന്നാണ്, അയ്യോ ഞാൻ അവളെ വീട്ടിൽ നിന്നാണ് എല്ലാം പറയണത്, എനിക്ക് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് കരയുന്നു. നിങ്ങളാലോചിക്കുക, വട്ടായി എന്ന് തോന്നുന്നു. ഇവർ KPAC ലളിതയുടെ മകൻ സിദ്ധാർത്ഥ് ഒരു കാർ ആക്സിഡൻറ്റ് പറ്റി മതിലിൽ ഇടിച്ച് നിന്ന് മരിച്ചു പോവും എന്നുള്ള ഘട്ടത്തിൽ ആശുപത്രിയിലായി. ലളിത ചേച്ചിയുടെ കയ്യിൽ കാശില്ല. ഇവരപ്പോൾ ലളിത ചേച്ചിയുടെ കൂടെ നടക്കുന്ന കാലമായിരുന്നു. ഞാൻ അതിന് വഴി കാണാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുപാട് സിനിമാക്കാരെ വിളിച്ചു സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സഹായിക്കണമെന്ന് പറയാനാണോ കാശ് വാങ്ങാനാണോ എന്നുള്ള മമ്മൂട്ടിയുടെ അടുത്ത് ചെന്നു. മമ്മൂക്കയോട് ചോദിച്ചു, ഇങ്ങനെയാണ് ഒരു പ്രശ്നം, അവൻ ചാവാൻ കിടക്കുകയാണ്, കുറേ കാശ് വേണം ഓപ്പറേഷന് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതെന്ത് പറ്റിയെന്നോ? എന്ത് പറ്റിയതാ? വലിക്കുക കുടിക്കുക എന്തോ ചെയ്തുകൊണ്ട് ബോധമില്ലാതെ കൊണ്ട് കാർ കൊണ്ട് ഇടിച്ചതെന്നേ. ഒരു പയ്യൻ ബോധമില്ലാതെ അബോധാവസ്ഥ കിടക്കുമ്പോൾ അവന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യണം എന്ന് പറയാൻ ചെന്നിട്ട് മമ്മൂക്കയെ പോലെ ഒരാളിനോട് പറയാണ് വലിക്കുക കുടിക്കുക എന്തൊക്കെ ചെയ്തിട്ട് മതിൽ കൊണ്ടിടിച്ചത്. മമ്മൂക്ക അല്ലേ കക്ഷി. അദ്ദേഹം ഈ വിവരം വിളിച്ച് ലളിത ചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾ നല്ല ആളിനാണല്ലോ കൊണ്ടു കിടക്കണേ, ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഈ സിദ്ധാർത്ഥൻ ആശുപത്രി കിടക്കയിൽ നിന്നൊക്കെ എണീറ്റപ്പോൾ ഈ വാർത്ത അറിഞ്ഞു. അങ്ങനെ അവൻ വീട്ടിലുള്ളപ്പം ഒന്നും അറിയത്തല്ലേ, വീണ്ടും വരെയാണ് നുണ കേൾക്കാൻ. അവൻ ഇറക്കി വിട്ടു ആ വീട്ടിൽ നിന്ന്. ഇല്ല എന്ന് സിദ്ധാർത്ഥൻ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് കക്ഷി. അതുകൊണ്ട് അതിജീവിത കുട്ടിയോട്, എൻ്റെ അനിയത്തിയോട് എന്നെ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ദിനേശ് ചേട്ടാ എന്ന് വിളിക്കുന്ന അത്രയും ഭംഗിയായിട്ട് വിളിച്ചിരുന്നവളാണ്. ഈ അടുത്ത കാലത്തും ആർട്ട് ഡയറക്ടർ വടക്കാഞ്ചേരിക്കാരൻ രാജേഷിനെ കണ്ടപ്പോൾ ദിനേശ് ചേട്ടന് സുഖമാണോ എന്ന് അവൾ ചോദിച്ചു. എനിക്ക് നിന്നോട് പറയാനുള്ളത്, ദുഷ്ടനെ കണ്ടാൽ ദൂരെ ദൂരെ എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. നിൻ്റെ വീട്ടിൽ ഇനി കയറ്റരുത്, നിൻ്റെ അധോഗതിയായിരിക്കും ഉണ്ടാവുക. കാരണം എന്തെങ്കിലും പ്രശ്നത്തിൽ പിണങ്ങിയാൽ നീ പറഞ്ഞത് മുഴുവൻ പുറത്തു വരും.